അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഈദുൽ ഫിത്തറിന് സാക്ഷികളാകാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ കഴിഞ്ഞ വിശുദ്ധ റമളാനിലെ ഓരോ ദിനരാത്രങ്ങളിലും നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും, നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, പശ്ചാത്താപങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിലും പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിൽ നമ്മുടെ ഉപ്പമാർ, സഹോദരങ്ങൾ, മക്കൾ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, അങ്ങനെ പലരും വലിയ ഭീതിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അവർക്ക് അള്ളാഹു എല്ലാ നിലക്കുള്ള നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതെയാക്കി ഒരു സമാധാനത്തിന്റെ ഒരു പുതിയ പ്രഭാതം ആ പ്രദേശങ്ങളിൽ അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈദുൽ ഫിത്തറിന്റെ ഈ ഒരു ദിനം നമ്മുടെ പല നന്മകൾക്കുമുള്ള ഒരു വലിയ നിമിത്തം കൂടിയാണ്. വിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ നിലനിർത്താൻ, ജമാഅത്ത് നമസ്കാരത്തിലെ കണിശത മുന്നോട്ട് കൊണ്ടുപോകാൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഇനി മുതൽ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അങ്ങനെ ഒരുപാട് നന്മകൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമുക്ക് ഒരു കാരണമാകേണ്ടതുണ്ട്. അതോടൊപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരുന്നാളിന്റെ ഒരു സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാൻ ഒരു വലിയ അവസരം കൂടിയാണിത്. ഈ സന്ദർഭം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് കുടുംബബന്ധം ചേർക്കുക എന്നതിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ബന്ധം പുതുക്കുക എന്ന് പറയുമ്പോൾ പലരും നിലവിലുള്ള ബന്ധങ്ങൾ പുതുക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിനിൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹ. തന്നോട് ബന്ധം ചേർക്കുന്നവരോട് തിരിച്ച് ബന്ധം പുലർത്തുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. മറിച്ച് തന്നോടുള്ള ബന്ധം മറ്റുള്ളവർ മുറിച്ചു കളയുമ്പോൾ അത് കൂട്ടിയോജിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ഹദീസിന്റെ ആശയം ഈ ഈദുൽ ഫിത്തറിന്റെ ഈ ഒരു സുദിനത്തിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ശാന്തമായി ഒറ്റക്കൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഉപ്പയുമായിട്ടോ, ഉമ്മയുമായിട്ടോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളുമായിട്ടോ, സഹോദരങ്ങളുമായിട്ടോ, പെങ്ങളുമായിട്ടോ, അമ്മാവനുമായിട്ടോ, അങ്ങനെ ആരെങ്കിലുമായി നമ്മൾ എന്തെങ്കിലും ഒരു അകൽച്ചയിൽ കഴിയുന്നുണ്ട് എങ്കിൽ ആ അകൽച്ച തീർക്കാൻ പറ്റിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുക. എന്തുകൊണ്ട് വന്നു? ഒരു കാരണമുണ്ട്. ഇന്ന് പെരുന്നാളാണ്. ആ കാരണം വെച്ചുകൊണ്ട് നമുക്ക് കയറി ചെല്ലാം, സലാം പറയാം. ഒരുപക്ഷെ അവരും ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ആര് ആദ്യം അതിന് മുൻകൈ എടുക്കുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അന്നൊരു പ്രശ്നമുണ്ടായതാണ്. ആ പ്രശ്നം പലപ്പോഴും ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത് പലരും മറന്നുപോയിട്ടുണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് രണ്ടാമത് ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന് രണ്ടു കൂട്ടരും ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അതിനൊരു മുൻകൈ എടുക്കാൻ പലപ്പോഴും പലരും തയ്യാറാകാറില്ല. എന്നാൽ അതിന് പറ്റിയ സന്ദർഭമാണ് ഇന്നത്തെ ദിവസം, പെരുന്നാൾ ദിവസം. അതുകൊണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരു അകന്നുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അറ്റുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കൽ എന്നതാണ്. അതിന് നമ്മൾ മുൻകൈ എടുത്തിട്ട് നടന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ കുറ്റം അവിടെ അവസാനിച്ചു. നമ്മുടെ മനസ്സിന് സംതൃപ്തിയായി. നമ്മുടെ മനസ്സിൽ ആ വിഷമം പിന്നെ കൊണ്ടു നടക്കേണ്ടതില്ല. കാരണം നമ്മൾ അതിനു വേണ്ടി മുൻകൈ എടുത്തു. അതോടുകൂടി നമ്മുടെ ആ ഭാഗം ക്ലിയർ ആവുകയാണ്. അതൊരു സമാധാനത്തിന്റെ വഴിയാണ്. മാത്രമല്ല, ഈ റമളാനിൽ നമ്മൾ നിർവഹിച്ച എല്ലാ ആരാധനാ കർമ്മങ്ങളും, നോമ്പും, നമസ്കാരവും, ഖുർആൻ പാരായണവും എല്ലാം അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ ഈ പടപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ പരമാവധി കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഇറങ്ങി കുടുംബങ്ങളിൽ നമ്മൾ ഇടപഴകുക. എല്ലാവരും അവനവന്റെ ഫോണിലേക്ക് മാത്രം ചുരുങ്ങുന്നതിന് പകരം മുഖത്തു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇന്നത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ 6 നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. മൻ സ്വാമ റമളാന
ثم أتبعه ستا من شوال كان كصيام الدهر. ആരെങ്കിലും റമദാനും അതിനെ തുടർന്ന് 6 ദിവസവും നോമ്പ് നോറ്റാൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ നാളെ മുതൽ തന്നെ തുടർച്ചയായി ഇത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതിന് സാഹചര്യമില്ലാത്തവർ ശവ്വാല് തീരുന്നതിന് മുമ്പ് ആ കാര്യം നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.